ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടല്ലോ നിങ്ങളെ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശാന്തി നികേതനം, എസ്.കെ. പൊറ്റക്കാട് എഴുതിയ വളരെ മനോഹരമായ ഒരു യാത്ര അല്ലെ, യാത്രാ വിവരണമാണ്. ശാന്തി നികേതനത്തിലേക്ക് നടത്തിയിട്ടുള്ളൊരു യാത്രയാണ് അല്ലെ. അപ്പൊ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളുടെ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്നതും ഒരു യാത്രയാണ്. ഈ യൂണിറ്റ് മുഴുവൻ യാത്രകളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ പൊന്താടിയുടെ യാത്ര പറയുന്നു, നജീബ് അല്ലെ ആദ്യമായി സൗദി അറേബ്യയിലേക്ക് പോയ അനുഭവത്തിന്റെ യാത്രയെ കുറിച്ച് പറയുന്നു, ബെന്യാമിന്റെ അല്ലെ ആടുജീവിതം അല്ലെ എന്ന് പറയുന്ന നോവലിലെ ഭാഗമാണത്. പിന്നെ നമ്മൾ ശാന്തി നികേതനത്തിലേക്ക് എസ്.കെ. പൊറ്റക്കാട് നടത്തിയ യാത്രയെ കുറിച്ച് പറയുന്നു. അപ്പോൾ യാത്രകളാണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ ആദ്യത്തെ അല്ലെ പ്രവേശകമായി തന്നിരിക്കുന്ന സുജാത ദേവി എഴുതിയ കത്തിന്റെ രൂപത്തിലുള്ള യാത്രാ വിവരണം അല്ലെ. അപ്പൊ ആ യാത്രയും എസ്.കെ. പൊറ്റക്കാടിന്റെ യാത്രാ വിവരണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരു ചോദ്യം നമ്മൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ സുജാത ദേവിയുടെ യാത്രാ വിവരണം എന്ന് പറയുന്നത് യാത്രാനുഭവം ഏത് രൂപത്തിലാണ് എഴുതിയത്? കത്തിന്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവര് സഞ്ചരിച്ച 2 മാസത്തിലെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷം എഴുതിയിട്ടുള്ള കത്താണത്. അത് സഹോദരിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർക്ക് എഴുതുന്ന കത്താണ്. അപ്പൊ ആ യാത്രയിലെ അനുഭവങ്ങൾ ജീവിത പാഠങ്ങളായി മാറുന്നു. ഹിമാലയൻ യാത്ര എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ അല്ലെ, ആ യാത്ര നൽകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അല്ലെ. പീഡികത്തണ്ണയിൽ കിടന്നുറങ്ങുന്നു, അറിയാത്ത ആളുകളുടെ കൂടെ സൈക്കിളില്, വണ്ടിയില്, ട്രെയിനിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള എഴുത്തുകാരി എന്ത് ചെയ്യാണ്, ട്രെയിനിൽ അല്ലെ സീറ്റ് കിട്ടാതെ അല്ലെ പെട്ടിയുടെ പുറത്തൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച്, സ്വന്തം ഭാരം സ്വയം ചുമക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് അനുഭവങ്ങൾ 12 വർഷത്തെ ജീവിതത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിൽ നിന്ന് ലഭിക്കാത്ത അനുഭവങ്ങളാണ് വെറും 2 മാസക്കാലം കൊണ്ട് എനിക്ക് നേടാനായതെന്ന് എഴുത്തുകാർ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സുജാത ദേവിയുടെ കത്തിന്റെ അല്ലെ ആ ഒരു രൂപം എന്ന് പറയുന്നത്, യാത്രാ വിവരണം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം ശാന്തി നികേതനമാണ്. അതൊരു സഞ്ചാര സാഹിത്യ കൃതി തന്നെയാണ്, ഒരു ട്രാവൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യ കൃതി തന്നെയാണ് എന്തെന്ന് പറയുന്നത് ശാന്തി നികേതനം. അപ്പൊ സഞ്ചാര സാഹിത്യ കൃതി എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാരത്തോൺ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ അല്ലെ പഠിച്ചിരിക്കേണ്ട അല്ലെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ, എന്താണ് സഞ്ചാര സാഹിത്യം എന്നൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതികളെയൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തി വെക്കണം. അപ്പോൾ ശാന്തി നികേതനത്തെ പരിചയപ്പെടുത്താനുള്ള യാത്രയാണ് ശാന്തി നികേതനം എന്ന് പറയുന്ന പാഠഭാഗം. അറിവും അനുഭവവും തേടിയുള്ള യാത്രയാണത്. കേരള ഭൂപ്രകൃതിയുമായുള്ള താരതമ്യം, വാങ്മയ ചിത്രങ്ങൾ, വർണ്ണനകൾ, പ്രയോഗങ്ങൾ, ടാഗോറിന്റെ കാഴ്ചപ്പാടുകൾ, ദീർഘവാക്യങ്ങളായുള്ള അവതരണം. അപ്പൊ ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ശാന്തി നികേതനം എന്ന് പറയുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ യാത്രാ വിവരണത്തിൽ നമുക്ക് കാണാനാവുന്നതാണ്. ഓക്കെ അല്ലേ, സെറ്റല്ലേടാ, മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇനി നമ്മൾ ശാന്തി നികേതനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഓക്കെ, ഇത് നമുക്ക് ചോദിക്കാനുള്ള അപ്പൊ ഒരു 4 മാർക്കിന് നമുക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഷോർട്ടസേ ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പാഠത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ശാന്തി നികേതനത്തിലെ വിദ്യാഭ്യാസ രീതികൾ അല്ലെ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങള്, പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനം പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകടികളുടെയും മധ്യയാണെന്ന് നിലനിൽക്കുന്നത് ഈ വിദ്യാലയം അല്ലെ, ഒരു പുണ്യാശ്രമം പോലെ ഒരു വിദ്യാലയം എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. പിന്നെ കലാഭവനം എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട് അല്ലെ അവിടെ. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ശില്പകലകൾ, ചിത്രം വരയ്ക്കുന്ന പഠിക്കാനും ശില്പം നിർമ്മിക്കുന്ന പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കലാകേന്ദ്രം, അതാണ് കലാഭവനം എന്ന് പറയുന്നത്. പിന്നെയോ സംഗീത ഭവനം എന്ന് പറയുന്ന നൃത്ത സംഗീത പഠനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഏരിയ. ഇങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു വെറുതെ കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതല്ലായിരുന്നു അല്ലെ, സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. കലയ്ക്ക് വേണ്ടി അങ്ങനെ അല്ലെ, ചിത്രകലയ്ക്ക് വേണ്ടി വേറെ അല്ലെ, ശില്പകലയ്ക്ക് വേറെ, സംഗീത നൃത്തം വേറെ. അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ രീതികളായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് ശാന്തി നികേതനത്തിൽ ഉണ്ടായിരുന്നത്. ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്ന വളരെ ലളിതമായ കുറേ മാന്തോപ്പുകളുടെയും പുൽത്തകിലുകളുടെയും
അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും വലിയ വലിയ ഗോപുരങ്ങളൊന്നും അവിടെ ഇല്ല. വളരെ ലളിതമായ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഇപ്പോൾ കലയും അല്ലെ നൃത്തമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിലേക്ക് ലയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു പ്രകൃതി അല്ലെ എന്താ പറയുക സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആളുകൾക്ക് അതിങ്ങനെ എവിടെ നോക്കിയാലും അവർക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആ ഒരു മനസ്സിൻ്റെ ഭയങ്കര സന്തോഷം നൽകുന്ന വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തിയും സ്വച്ഛതയും ഒക്കെ കലർന്നിരിക്കുന്ന ഒരു ഇടമാണ് ഇത് ശാന്തിനികേതനം എന്ന് പറയുന്നത്. ശ്രീനികേതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ പഠന കേന്ദ്രമാണ്. ഓക്കെ, ഗ്രാമീണ പഠന കേന്ദ്രമാണ് ശ്രീനികേതനം. കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്താനും വളർത്താനുമുള്ള ഇടമാണ് ഏത് ഇടം? നമ്മുടെ ശാന്തിനികേതൻ എന്ന് പറയുന്നത് കേട്ടോ. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും ഒക്കെ എന്താണ് കുട്ടികൾ രൂപപ്പെടും. അപ്പോൾ ഒരു കുട്ടിയുടെ A-to-Z കാര്യങ്ങൾ അവൻ പഠിക്കുക മാത്രമല്ല, ഒരു വിഷയത്തെക്കുറിച്ച് പർട്ടിക്കുലറായിട്ട് പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവനൊരു കഴിവ് അല്ലെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം പഠിക്കുന്നു. അവൻ എങ്ങനെ പഠനത്തിന് ശേഷം സൊസൈറ്റിയിൽ ജീവിക്കണം, അല്ലെ എങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ അവൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത് അവിടെയുള്ള കുട്ടികൾ പഠിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് രീതിയിലായിരുന്നു ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മാരത്തോണിൽ അടിപൊളിയായിട്ട് പഠിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇതുപോലെ മക്കൾക്ക് ഏതെങ്കിലും സംശയമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, രചിച്ചിട്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ കമൻറ്റൊക്കെ കാണുമ്പോൾ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ ഉഷാറാക്കണം. അടിപൊളിയായിട്ട് സൂപ്പർ ഡീപ്പറായിട്ട് നമുക്ക് പഠിക്കണം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.